തീർച്ചയായും വേണം. മകൻ്റെ താക്കീത് നൽകി തന്നെ മുന്നോട്ട് പോകണം. ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ മാധ്യമങ്ങൾക്ക് ഇതിനൊരു വലിയ പങ്കുണ്ട്. ഈ മാധ്യമങ്ങൾക്ക് വെറും വാർത്ത മാത്രം മതി എന്നുള്ള രീതിയിൽ അങ്ങനെ പടച്ചു വിടുന്ന ആ രീതി ഒന്ന് ഒഴിവാക്കണം. ഇത് നന്നാക്കി എടുക്കണമെന്ന് പൗര ഇതായ ബോധമുള്ള ഒരു പത്രക്കാരാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്കും കൂടി വേണം. ഈ സമൂഹത്തെ ഒന്ന് നന്നാക്കിയെടുക്കാനുള്ള ചുമതല അവർക്കും കൂടി ഇല്ലേ? അവർക്കതിൽ മുഖ്യ സ്ഥാനമുണ്ടല്ലോ. അപ്പോൾ അവരിതിനെ പെരുപ്പിച്ച് കാട്ടുന്നതല്ലാതെ അതിന് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിന് വഴികൾ ഉണ്ടാക്കി കൊടുക്കുകയും ഈ അങ്ങനെ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതല്ലാതെ അവരെ ഒരാൾ കംപ്ലൈൻറ്റ് ചെയ്താൽ അയാളെ പറ്റിയിട്ട് വലിയ ന്യൂസ് കൊടുക്കുന്ന രീതിയൊക്കെ അവസാനിപ്പിക്കണം. എന്നാൽ മാത്രമേ ഇതിൽ പറ്റുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓട്ടോറിക്ഷയിൽ എനിക്ക് പോയിട്ട് ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യും, ഓട്ടോറിക്ഷ നമ്പർ വെച്ചിട്ടില്ല. പിന്നെ രാവിലെ നേരം വെളുക്കുമ്പോൾ അടുത്ത വീട്ടിലൊന്ന് നിൽക്കും ആൾക്കാർ കത്തിയും വടിയും ഒക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ജീവിക്കണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഈ നാട്ടിലുണ്ട്. ഈ പ്രത്യേകിച്ച് ലഹരിയുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴൊന്നുമില്ല, മുമ്പുള്ള സിനിമകളിൽ അന്യരാജ്യങ്ങളിലെ ഏറ്റവും വലിയ കുറ്റമെന്ന് പറയുന്നത് ഈ നർക്കോട്ടിക്കാണ്. അവിടെ ലഹരി കടത്തലും ലഹരി ഉപയോഗവുമാണ് അവിടുത്തെ ഏറ്റവും വലിയ കൊലക്കുറ്റമല്ല, അതിനെക്കാട്ടിലും മേലെയുള്ള കുറ്റമാണ്. ജയിലിടിഞ്ഞാലും പുറത്തു വരാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെയൊന്നുമില്ലല്ലോ. നിയമവും അങ്ങനെ തന്നെയാണ്, ഇവിടുത്തെ നിയമവും. അപ്പോൾ നിയമവും കുറച്ചുകൂടെ കർക്കശമാവണം. സംവിധാനം ചെയ്യുന്നവരും അതൊരു കുറച്ചുകൂടെ കർക്കശമാവണം. സമയാസമയങ്ങളിൽ യഥാസമയം നടപടിയെടുക്കാനുള്ള ഒരു പവർ ഈ പോലീസ് മുന്നോട്ട് വയ്ക്കണം. എന്നാൽ മാത്രമേ ഇത് ഒരു പരിധിവരെയെങ്കിലും നമ്മൾ നിർത്താൻ കഴിയുകയുള്ളൂ.